9th സ്റ്റാൻഡേർഡിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ പെയർ ഓഫ് ഇക്വേഷൻസിൽ പേജ് നമ്പർ 18. First question, the difference of the two smaller angles of a right triangle is 20 degree. Calculate all three angles. Difference between smaller angles equal to 20 degree. It's a right triangle. അല്ലേ? അപ്പോൾ one angle equal to 90 degree. Then smaller angles, if one angle equal to x, ഒരു ആംഗിൾ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതർ ആംഗിൾ എത്രയായിരിക്കും? 90 മൈനസ് എക്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ ദയർ ഡിഫറൻസ് ആണ് 20 ഡിഗ്രി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിഫറൻസ് ഈക്വൽ ടു 90 മൈനസ് എക്സ് ഈക്വൽ ടു 20 ഡിഗ്രി. 90 മൈനസ് എക്സ് അല്ലേ? അപ്പോൾ 90 മൈനസ് എക്സും എന്ന് പറയുമ്പോൾ എത്ര വന്നു? മൈനസ് 2x 9. സോ 90 മൈനസ് 2x ഈക്വൽ ടു 20. ദെൻ മൈനസ് 2xനെ നമ്മളിവിടെ നിർത്തി. അപ്പോൾ എന്ത് വരും? 20യുടെ അടുത്തേക്ക് 90 വരുമ്പോൾ മൈനസ് 90 എന്നായി. മൈനസ് 2x ഈക്വൽ ടു 20 മൈനസ് 90 എന്ന് പറയുമ്പോൾ എത്ര വരും? മൈനസ് 70. സോ എക്സ് ഈക്വൽ ടു മൈനസ് 70 ബൈ 2 ഈക്വൽ ടു 35 ഡിഗ്രി. അപ്പോൾ എക്സ് നമുക്ക് 35 ഡിഗ്രി കിട്ടി അല്ലേ? ഒരു ആംഗിള് 35 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ സ്മോളർ ആംഗിൾസിലെ വൺ ആംഗിൾ എക്സ് ഈക്വൽ ടു 35 ഡിഗ്രി. അതർ ആംഗിൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതർ ആംഗിൾ എത്രയാണ്? 90 മൈനസ് എക്സ് ആണ് അല്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കാം. എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 90 മൈനസ് 35 ഈക്വൽ ടു 55 ഡിഗ്രി. ഇനി തേർഡ് ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് മൂന്ന് ആംഗിൾ കിട്ടി. ഏതൊക്കെയാണ്? വൺ ആംഗിൾ 35 ഡിഗ്രി, അതർ ആംഗിൾ 55 ഡിഗ്രി ആൻഡ് തേർഡ് ആംഗിൾ 90 ഡിഗ്രി. Second question, when a larger number is divided by a smaller number, the quotient and remainder are both 2. When 5 times the smaller is divided by the larger, the quotient and remainder are still both 2. What are the numbers? When larger number equal to x, larger numberനെ നമ്മൾ x ആയിട്ട് എടുത്തു. അപ്പോൾ സ്മോളർ നമ്പറിനെ y ആയിട്ട് എടുത്തു. എന്താണ് ഇതിലത്തെ ലാർജർ നമ്പർ എന്ന് പറയുന്നത് 10 ആണ്, സ്മോളർ നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. കോഷ്യൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ മുകളിൽ കിട്ടുന്ന കോഷ്യൻ്റ്, താഴെ കിട്ടുന്നതിന് റിമൈൻഡർ എന്നാണ് പറയുന്നത്. ഇനി ഇതിനെ എങ്ങനെയാണ് ഈ ലാർജർ നമ്പർ കിട്ടുന്നത്? ഈ സ്മോളർ നമ്പർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ ആണ് അല്ലേ? അപ്പോൾ ഇതിന് നമ്മൾ ഇക്വേഷനായിട്ട് എക്സും വൈയും വെച്ചിട്ട് എങ്ങനെയാണ് പറയുക? ലാർജർ നമ്പറിനെ നമ്മൾ എക്സ് എന്ന് എടുക്കുമ്പോൾ എക്സ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് അല്ലേ? ഡിവൈസർ എത്രയാണ്? സ്മോളർ നമ്പർ വൈ ആണ് അല്ലേ? വൈ ഇൻറ്റു കോഷ്യൻ്റും 2 ആണ്, റിമൈൻഡറും 2 ആണ്. അപ്പോൾ എങ്ങനെ ഇക്വേഷൻ വന്നു? എക്സ് ഈക്വൽ ടു വൈ ഇൻറ്റു 2 പ്ലസ് 2. അപ്പോൾ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് ഈക്വൽ ടു വൈ ഇൻറ്റു 2 ഈക്വൽ ടു 2y പ്ലസ് 2, ഇക്വേഷൻ നമ്പർ 1. ഇനി ഈ വൈനെ എക്സിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എന്താവും? മൈനസ് 2y എന്നാവും. എക്സ് മൈനസ് 2y ഈക്വൽ ടു 2, ഇക്വേഷൻ നമ്പർ 1. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ് പറയുന്നത്? If 5 times the smaller is divided by the larger, the quotient and the remainder are 2. എന്താണ്? 5 times the smaller, എന്താണ്? സ്മോളർ എന്ന് പറയുന്നത് y ആണ് അല്ലേ? അപ്പോൾ 5 times the smaller എന്ന് പറയുമ്പോൾ 5y ഈക്വൽ ടു എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഡിവൈഡഡ് ബൈ ദ ലാർജർ, ലാർജർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കോഷ്യൻ്റും റിമൈൻഡറും 2 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാർജർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഏതാണ് ലാർജർ? എക്സ് ഇൻറ്റു കോഷ്യൻ്റ് 2 പ്ലസ് റിമൈൻഡർ 2. അപ്പോൾ എന്ത് കിട്ടും? 5y ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2. ഇനി എക്സിനെയും വൈനെയും ഒരുമിച്ച് കൊണ്ടുവരാണ്. അപ്പോൾ 2x ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താവും? മൈനസ് 2x പ്ലസ് 5y ഈക്വൽ ടു 2, ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി ഇക്വേഷൻ നമ്പർ 1നെ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതി. എന്താണ്? എക്സ് മൈനസ് 2y ഈക്വൽ ടു 2, ഇക്വേഷൻ നമ്പർ 1. ഇനി ഇതിലത്തെ എന്ത് നോക്കണം? ഈക്വൽ ആണോ എന്ന് നോക്കണം അല്ലേ? അപ്പോൾ ഇവിടെ 2xും ഇവിടെ x ആണ്, ഇവിടെ 5yയും ഇവിടെ 2y ആണ്. അപ്പോൾ എന്താണ്? ഇത് ഈക്വൽ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ആക്കണമെങ്കിൽ നമുക്ക് ഏതിനെയാണ് ഈക്വൽ ആക്കാൻ പറ്റുക?
ഈ എക്സിൻ്റെ വാല്യൂവിനെ ഈ ഫസ്റ്റ് ഇക്വേഷനിലെ എക്സിൻ്റെ വാല്യൂവിനെ നമുക്ക് ഈക്വൽ ആക്കാൻ കഴിയും അല്ലേ? എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 2 കൊണ്ട് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു എക്സ് 2x മൈനസ് 2 ഇൻറ്റു 2y ഈക്വൽ ടു 2 ഇൻറ്റു 2. അപ്പോൾ എന്ത് കിട്ടും? 2 ഇൻറ്റു എക്സ് 2x മൈനസ് 2 ഇൻറ്റു 2y 4y ഈക്വൽ ടു 2 ഇൻറ്റു 2 4. ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി ഈ 3യുടെ ഇടത്തേക്ക് എന്ത് കൊണ്ടുവരണം? ഇക്വേഷൻ നമ്പർ 2 എടുത്തെഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ് 0 കിട്ടും. എന്ത് ചെയ്യണം? 2x പ്ലസ് മൈനസ് 2x ഇക്വേഷൻ നമ്പർ 3യും ഇക്വേഷൻ നമ്പർ 2ഉം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ 2 പ്ലസ് മൈനസ് 2x ഈക്വൽ ടു 0. ഇനി മൈനസ് 4y പ്ലസ് 5y ഡിഫറെൻറ്റ് സിമ്പിൾസ് തമ്മിൽ കൂട്ടാൻ തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നമിട്ട് കൊടുക്കണം. അപ്പോൾ എന്ത് വരും? 5 മൈനസ് 4 അല്ലേ? 1y എന്ന് കിട്ടി ഈക്വൽ ടു 4 പ്ലസ് 2 6. ദെൻ നമുക്ക് എന്ത് കിട്ടി? y ഈക്വൽ ടു 6 എന്ന് കിട്ടി. ഇനി വൈയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എടുത്ത് എഴുതി. എന്താണ്? എക്സ് ഈക്വൽ ടു 2y പ്ലസ് 2 ഇക്വേഷൻ നമ്പർ 1 അല്ലേ? അപ്പോൾ അതിൽ എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു വൈ എത്രയാണ് കിട്ടിയത്? 6 ആണ്. അപ്പോൾ 2 ഇൻറ്റു 6 പ്ലസ് 2 ഈക്വൽ ടു 14. അപ്പോൾ എക്സ് നമുക്ക് കിട്ടി. എന്ത് കിട്ടി? 14 എന്ന് കിട്ടി. വൈ എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. അപ്പോൾ ഇതിലെന്താണ് വേണ്ടത്? ലാർജർ നമ്പറാണ് അല്ലേ? ലാർജർ നമ്പർ ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 14, സ്മോളർ നമ്പർ ഈക്വൽ ടു വൈ ഈക്വൽ ടു 6. Third question. The sum of the digits of a 2-digit number is 11. The number got by interchanging the digit is 27 more than the original number. What is the number? Let's take the number as xy. നമ്പറിന് നമുക്ക് xy എന്നാണ് അല്ലേ നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇതിലത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഈ എക്സും വൈയും ആണ് ഓരോ ഡിജിറ്റുകൾ അല്ലേ? അപ്പോൾ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വരിക? വൈ എന്ന് പറയുന്നത് 1 യൂണിറ്റ് 1 ആണ്. എക്സ് എന്ന് പറയുന്നത് 10ൻ്റെ പ്ലേസിലാണ് അല്ലേ? അപ്പോൾ 10x ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ് എന്ന് പറഞ്ഞു. ഇൻ്റർചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറുക അല്ലേ? അതായത് ഇപ്പോൾ നമ്പർ എന്ന് പറയുന്നത് 24 ആണ് എന്നുണ്ടെങ്കിൽ ഇതിനെ ഇൻ്റർചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്രയാവും? അത് 42 ആവും അല്ലേ? ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? 1ൻ്റെ പ്ലേസിലായിരുന്നു 4, ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ 10ൻ്റെ പ്ലേസിലേക്കായിട്ട് മാറും അല്ലേ? ഇതുപോലെ ഈ നമ്മൾ എന്താണ് ആൽഫബറ്റ്സ് വയ്ക്കുമ്പോൾ അല്ലേ? ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ XY ആയിരുന്നു. അതിന് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ എന്തായി? YX എന്നായി. അപ്പോൾ അതിൻ്റെ നമ്പറിൻ്റെ എങ്ങനെയായിരിക്കും വരിക? നമ്പർ എങ്ങനെയായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്? Y എന്നുള്ളത് 10y എന്നായി മാറും അല്ലേ? 10ൻ്റെ പ്ലേസിലാണ്. അപ്പോൾ 10y പ്ലസ് x എന്നായി മാറി. ഇനി ഇതിന് നമുക്ക് കാൽക്കുലേഷന് വേണ്ടി വേണമെങ്കിൽ തിരിച്ചു എഴുതാം. എങ്ങനെ എഴുതാം? 10y പ്ലസ് x നമുക്ക് x പ്ലസ് 10y എന്ന് വേണമെങ്കിൽ എഴുതാം. ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? സം ഓഫ് ദ ഡിജിറ്റ്സ് തന്നിട്ടുണ്ട് അല്ലേ? സം ഓഫ് ദ ഡിജിറ്റ് ഈക്വൽ ടു എന്താണ് തന്നിരിക്കുന്നത്? 11 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സം ഓഫ് ദ ഡിജിറ്റ്സ് ഈക്വൽ ടു ഏതൊക്കെയാണ് ഡിജിറ്റുകൾ? എക്സും വൈയും. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് കൊടുത്തു? ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ് ഈസ് 27 മോർ ദാൻ ദ ഒറിജിനൽ നമ്പർ. എന്താണ്? ഈ ഡിജിറ്റുകൾ ഇൻ്റർചേഞ്ച് ചെയ്തു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറ്റിയപ്പോൾ എന്താണ് കിട്ടിയിരിക്കുന്നത്? 27 മോർ ദാൻ ദ ഒറിജിനൽ നമ്പർ. ഒറിജിനൽ നമ്പർ എത്രയായിരുന്നോ അതിനേക്കാളും 27 കൂടുതലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ് എന്താണ്? നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ് എന്ന് പറയുമ്പോൾ നമ്പർ ഏതാ വരിക? എക്സ് പ്ലസ് 10y എന്നാണ് അല്ലേ കിട്ടുക? അപ്പോൾ എക്സ് പ്ലസ് 10y ഈക്വൽ ടു എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഒറിജിനൽ നമ്പറിൻ്റെ കൂടെ 27 മോർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആഡ് ചെയ്യണം. ഒറിജിനൽ നമ്പർ എത്രയായിരുന്നു ഫസ്റ്റ് കിട്ടിയത്? 10x പ്ലസ് y ആയിരുന്നു. അപ്പോൾ 10x പ്ലസ് y പ്ലസ് 27. അപ്പോൾ എക്സ് പ്ലസ് 10y ഇതിൻ്റെ അടുത്തേക്ക് എന്ത് വരണം? ഈ എക്സിൻ്റെയും വൈയുടെയും വാല്യൂവിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം.
അപ്പോൾ എത്രയാവും? എക്സ് പ്ലസ് 10y അടുത്തേക്ക് ഈ 10x വരുമ്പോൾ എന്താവും? മൈനസ് 10x പ്ലസ് y ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മൈനസ് y ഈക്വൽ ടു 27. ഇനി ഇതിലേതൊക്കെയാണ് വരിക? എക്സും മൈനസ് 10x എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ. എക്സും മൈനസ് 10x എന്ന് പറയുമ്പോൾ എന്ത് വരും? മൈനസ് 9x. ഇവിടെ എക്സിൽ നിന്ന് മൈനസ് 10x ആണ്. അപ്പോൾ 10ൽ നിന്ന് 1 പോകുമ്പോൾ ബാക്കി 9x മൈനസ് 9x വരും. പ്ലസ് 10yയിൽ നിന്ന് ഒരു y പോയി, അപ്പോൾ എന്ത് കിട്ടി? 9y എന്ന് കിട്ടി. ഈക്വൽ ടു 27. എന്ത് കൊടുത്തു? ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി ആദ്യത്തെ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എടുത്തെഴുതി. എന്താണ്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11 എന്നാണ്. ഇനി വീണ്ടും എന്താണ്? 9x പ്ലസ് 9y ഈക്വൽ ടു 27 ഇക്വേഷൻ നമ്പർ 2 എടുത്തെഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു വാല്യൂ ഈക്വൽ ആക്കണം അല്ലേ. അപ്പം ഏത് വാല്യൂ ആണോ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ 9 കിടക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് ഇവിടുത്തെ 9നെ ഈക്വൽ ആക്കാം. എങ്ങനെയാണ് 9നെ ഈക്വൽ ആക്കാൻ പറ്റുക? 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ നമ്പർ 1നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 9 ഇൻറ്റു എക്സ് 9x, 9 ഇൻറ്റു വൈ 9y ഈക്വൽ ടു 9 ഇൻറ്റു 11 99. ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി നോക്കിയേ, ഇവിടെ ഏതാണ് നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് കളഞ്ഞാൽ മതി അല്ലേ. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് y ക്യാൻസലായി പോകും. അല്ലെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ x ക്യാൻസലായി പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ നമ്പർ 2 പ്ലസ് ഇക്വേഷൻ നമ്പർ 3 ചെയ്തു. രണ്ട് ഇക്വേഷൻ നമ്മൾ കൂട്ടി. അപ്പോൾ ഡിഫറൻറ്റ് സിമ്പിൾസ് കൂട്ടുമ്പോൾ എന്താവും? കുറയ്ക്കണം അല്ലേ. അപ്പോൾ 9 മൈനസ് 9 എന്നുള്ളത് 0 ആയി കിട്ടി. ഓക്കെ, ഇനി കൂട്ടാണ് ചെയ്യണത്. ഡിഫറൻറ്റ് സിമ്പിൾസ് കൂട്ടാൻ പറയുമ്പോൾ നമ്മൾ കുറയ്ക്കണം. ഇനി 9y പ്ലസ് 9y 18y ഈക്വൽ ടു 27 പ്ലസ് 99 126 എന്ന് കിട്ടി. ഇപ്പോൾ എന്താ കിട്ടിയത്? 18y ഈക്വൽ ടു 126 എന്ന് കിട്ടി. 18y ഈക്വൽ ടു 126. അപ്പോൾ y ഈക്വൽ ടു 126 ബൈ 18. 126നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 7 എന്ന് കിട്ടും. ഇനി അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടിയല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു ഇക്വേഷൻ എടുത്ത് എഴുതുക. അതിലേക്ക് വൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 11 ഇക്വേഷൻ നമ്പർ 1. ഇനി എക്സ് പ്ലസ് വൈയുടെ വാല്യൂ എത്രയാണ്? 7 ആണ്. അപ്പോൾ എക്സ് പ്ലസ് 7 ഈക്വൽ ടു 11. എക്സ് ഈക്വൽ ടു 11 മൈനസ് 7 ഇക്വേഷൻ്റെ പുറത്തേക്ക് വരുമ്പോൾ മൈനസ് 7 ഈക്വൽ ടു എത്ര കിട്ടും? 11ൽ നിന്ന് 7 പോകുമ്പോൾ 4. അപ്പോൾ നമുക്ക് എക്സും കിട്ടി വൈ കിട്ടി അല്ലേ. ഒറിജിനൽ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ എത്രയാണ്? ഒറിജിനൽ നമ്പർ എന്ന് പറയുന്നത് XY ആണ് അല്ലേ. അപ്പോൾ നമ്പർ XY എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ 4 ആണ്, വൈയുടെ വാല്യൂ 7 ആണ്. അപ്പോൾ നമ്മുടെ നമ്പർ ഏതാണ് കിട്ടുന്നത്? 47. Fourth question. The price of 17 trophies and 16 medals is 2,180 rupees. The price of 16 trophies and 17 medals is 2,110 rupees. What is the price of each? Price of 1 trophy എന്ത് കൊടുക്കുക? X എന്ന് കൊടുത്തു. Price of 1 medal equal to Y എന്ന് കൊടുത്തു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ്? പ്രൈസ് ഓഫ് 17 ട്രോഫീസ്. 17 ട്രോഫീസ് എന്ന് പറയുമ്പോൾ 17x പ്ലസ് 16 മെഡൽസ്. എന്താണ്? 16y ഈക്വൽ ടു എത്രയാണ്? 2,180. ഇക്വേഷൻ നമ്പർ 1. 17x പ്ലസ് 16y ഈക്വൽ ടു 2,180. നെക്സ്റ്റ് എന്താണ്? ദ പ്രൈസ് ഓഫ് 16 ട്രോഫീസ് എന്ന് പറയുമ്പോൾ 16x പ്ലസ് 17 മെഡൽസ് 17y ഈക്വൽ ടു 2,110. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും പ്രൈസ് ആണല്ലേ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്ത് ചെയ്യണം? ഇക്വേഷൻ ഏതെങ്കിലും വാല്യൂ ഈക്വൽ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഈക്വൽ അല്ല അല്ലേ, രണ്ടിനും നമുക്ക് ഈക്വൽ ആക്കണം. എന്ത് ചെയ്താൽ മതി? ഈ 16 കൊണ്ട് ഇവിടെയും 17 കൊണ്ട് ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷന് 16 കൊണ്ടും സെക്കൻഡ് ഇക്വേഷന് 17 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? ഫസ്റ്റ് ഇക്വേഷന് 16 കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 16 ഇൻറ്റു 17 272x പ്ലസ് 16 ഇൻറ്റു 16y 256y ഈക്വൽ ടു 16 ഇൻറ്റു 2,180 ഈക്വൽ ടു 34,880. ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു.
ഇനി എന്ത് ചെയ്യണം? ഇക്വേഷൻ നമ്പർ 2നെ 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്താണ്? 16x ഇൻറ്റു 17 272x പ്ലസ് 17 ഇൻറ്റു 17y 289y ഈക്വൽ ടു 17 ഇൻറ്റു 2110 35,870. ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. ഇനി നോക്കിയേ, ഇതിൽ നമുക്ക് ഏതെങ്കിലും വാല്യൂ ഈക്വൽ ആണോ? എക്സിൻ്റെ വാല്യൂ ഈക്വൽ ആണോ അല്ലേ? അപ്പോൾ ഇതിൽ ഏത് ഇക്വേഷനാണ് വലുത്? 4th ഇക്വേഷനാണ് വലുത്. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് എഴുതുക. ഏതാണ്? 4th ഇക്വേഷൻ ആദ്യം എഴുതുക, സെക്കൻഡായിട്ട് 3rd ഇക്വേഷൻ എടുത്ത് എഴുതി. ഇനി എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്റ്റ് ചെയ്താൽ മതി അല്ലേ? സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ എക്സ് ക്യാൻസൽ ആയി പോകും. അപ്പോൾ 4th ഇക്വേഷൻ മൈനസ് 3rd ഇക്വേഷൻ 272x minus 272x equal to 0, 289y minus 256y equal to 33y equal to 35,870 minus 34,880 equal to 990. Then 33y equal to 990 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ y equal to 990, 33 എവിടേക്ക് വരും? by 33 എന്ന് വരും. അപ്പോൾ 990നെ 33 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 30 എന്ന് കിട്ടും. വൈയുടെ വാല്യൂ നമുക്ക് കിട്ടി അല്ലേ? ഇനി എന്ത് ചെയ്താൽ മതി? ഒരു ഇക്വേഷൻ താഴെയിട്ട് എടുത്ത് എഴുതാം. ഏതാണ്? ഫസ്റ്റ് ഇക്വേഷൻ എടുത്ത് എഴുതി 17x പ്ലസ് 16y ഈക്വൽ ടു 2180. ഇനി ഇവിടെ എന്ത് ചെയ്യണം? വൈയുടെ വാല്യൂ എത്രയാണ് കിട്ടിയിരിക്കുന്നത് അതിട്ട് കൊടുക്കണം. 17x പ്ലസ് 16 ഇൻറ്റു വൈയുടെ വാല്യൂ എത്രയാണ്? 30 ആണ്. 16 into 30 equal to 2180. 17x plus 16 into 30 എത്രയാണ്? 480 equal to 2180. 17x equal to എത്രയാണ് വരിക? 2180. ഈ 480 എന്താവും? മൈനസ് 480 ഈക്വൽ ടു 2180ൽ നിന്ന് 480 മൈനസ് ചെയ്യുക. എത്ര കിട്ടും? 1700. 17x equal to 1700 എന്ന് കിട്ടും. അപ്പോൾ x equal to 1700 by 17 എന്നാവും അല്ലേ? 1700നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 100 കിട്ടും. അപ്പോൾ നമുക്ക് എക്സും വൈയും കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ഓഫ് 1 ട്രോഫി ഈക്വൽ ടു എക്സ്. എത്രയാണ്? 100 rupees. ഇനി y എന്താണ്? പ്രൈസ് ഓഫ് 1 മെഡൽ ഈക്വൽ ടു y equal to 30 rupees.